അരവിന്ദ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ, ആ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണല്ലോ വന്നത്. അത് ആരൊക്കെയാണ്, അതിന് കൃത്യമായ നമ്പർ, ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നഫൽ, നമ്മളിവിടെയുള്ള മലയാളി ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 4 വിദ്യാർത്ഥികൾ, ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 4 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 17ലധികം വിദ്യാർത്ഥികൾ, ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ചികിത്സയിലാണ്. അവരിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു. അതേസമയം ചില വിദ്യാർത്ഥികളെ കാണാതായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊന്നും സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുകൂടാതെ തന്നെ ഈ ഹോസ്റ്റലിന് സമീപത്തുള്ള നിരവധി കെട്ടിടങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ 7 മുതൽ 8 കെട്ടിടമാണ് ഇതിന് അടുത്തടുത്ത് തന്നെ ഉള്ളത്. ഇവിടെ ചിലരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ആ കെട്ടിടത്തിൽ തന്നെ താമസിച്ചിരുന്നവരെ പലരെയും പിന്നീട് കാണാനുണ്ടെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം എത്രത്തോളം പേരെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഔദ്യോഗികമായ ഒരു കണക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 265 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 241 പേർ വിമാനത്തിലുള്ളവരാണ്. അതുപോലെ തന്നെ 24 പേർ, അതിൽ 4 വിദ്യാർത്ഥികൾ കുറച്ചു കഴിഞ്ഞാൽ ബാക്കി 20 പേർ അത് പ്രദേശവാസികളാണ്. പ്രദേശവാസികൾ ഇപ്പോഴും ആശുപത്രിയുടെ മുൻപിൽ തുടരുന്നുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് തങ്ങളുടെ കൂടെയുള്ള 100ലധികം പേർ മരണപ്പെട്ടു എന്നതാണ്. പക്ഷേ ഇതൊന്നും സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം 290, 300 വന്ന കണക്കുകൾ നൽകുന്നുണ്ട്. റോയിറ്റേഴ്സ് ഇന്നലെ നൽകിയ കണക്ക് അത് 294 മരണങ്ങൾ ഇവിടെ അഹമ്മദാബാദ് സംഭവിച്ചതാണ്. പക്ഷേ സർക്കാർ 265 എന്നുള്ള ഒരു കണക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ വരും മണിക്കൂറുകളിൽ ഇപ്പോഴും ആ പരിശോധനകൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ തുടരുന്നുണ്ട്. കാരണം ഇവിടെ കുന്നുകൂടിയ അവസ്ഥയിലാണ് വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉള്ളത്. ഈ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഈ അപകടം, ഈ വിമാനം വന്ന് ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങുകയും പിന്നീട് ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ലഭിച്ച മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, കത്തിക്കരിന്തലിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകൾ നടക്കുകയാണ്. ഇപ്പോഴും തിരച്ചിൽ NDRFന്റെ നിരവധി അംഗങ്ങളാണ് അകത്ത് പരിശോധനകൾക്ക് നേതൃത്വം നൽകി വരുന്നത്. NDRFന്റെ മേധാവി ഇന്ന് നിരവധി തവണയാണ് ഇവിടെ സന്ദർശിച്ചിരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേന മേധാവി എത്തിയിരുന്നു. അതുപോലെ തന്നെ രാവിലെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനവും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അവസാനഘട്ട പരിശോധനകളാണ് ഇപ്പോൾ ഈ അപകടം നടന്ന മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളടക്കം 100 മീറ്റർ അകലെ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. നൗഫൽ. യെസ്, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.